ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഈ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു നെക്ക് ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. ആരി വർക്ക് അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നെക്ക് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിലാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, വീഡിയോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി വേണ്ട മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. ഷുഗർ ബീഡ് വേണം, പിന്നെ SGയുടെ ട്യൂബ് ബീഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ 3mm ഗോൾഡ് ബീഡ്, നോർമൽ നമ്മുടെ സ്വിങ് ത്രെഡ്, സെറി ത്രെഡ്. നമ്പർ ഞാൻ ഓൾറെഡി അതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ വീതി വന്നിട്ട് 6 ലെങ്ത്ത് വന്നിട്ട് 9. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ സെറി ത്രെഡാണ് ആദ്യത്തെ ലൈൻ കൊടുക്കുന്നത്. ആദ്യം സെറി ത്രെഡ് ഇട്ടിട്ടാണ് നോർമലി നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യുക. അപ്പോൾ ഈ സെറി ത്രെഡ് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീഡിൽ നമ്പർ 23 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 14 നോർമലി നമ്മൾ സെറി ത്രെഡിനൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ എനിക്ക് എൻ്റെ 14 നമ്പർ നീഡിൽ ആ ടൈമിൽ കിട്ടിയില്ല, എവിടെയോ എടുത്തു വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. നോർമലി 23ഉം 24ഉം ബീഡ്സാണ് ചെയ്യുക, കാരണം അതിൻ്റെ നീഡിലിൻ്റെ എഡ്ജ് വളരെ തിന്നായിരിക്കും 14 അപേക്ഷിച്ച്. അപ്പോൾ ഈ സെറി ത്രെഡിനൊക്കെ അത്യാവശ്യം കുറച്ച് ബലമുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയിൻ സ്റ്റിച്ച്, നോർമൽ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം പകുതിയോളം ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിത് ഫ്രണ്ട് നെക്ക് കാണാൻ പറ്റും, വീഡിയോ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു, ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ആരി വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ക്ഷമയും വേണം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ആരി വർക്ക്. പക്ഷേ നല്ല ക്ഷമയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുക. 1-2 ദിവസം കൊണ്ട് ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല പ്രാക്ടീസും നല്ല ക്ഷമയും വേണം. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മളൊരു നോർമൽ ഇതിലൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. നമ്മളിനി അടുത്തതായിട്ട് കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിക്സാഗ്, ഈ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇത് സിക്സാഗ് രീതിക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടിക്ക് ഈ നെക്കിൻ്റെ എൻഡ് കിട്ടും. നമുക്ക് തയ്ച്ചെടുക്കാനും കുറച്ച് ഗ്രിപ്പ് കിട്ടാനും ഈസിയാണ്. നോർമലി ചുരിദാറിലൊന്നും നമ്മളിത് കൊടുക്കാറില്ല. നോർമൽ വെഡ്ഡിങ് ബ്രൈഡൽ ബ്ലൗസുകൾ, അല്ലാത്ത സാരി ബ്ലൗസുകൾക്കൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്ക്കുന്ന ടൈമിൽ, ഫൂട്ട് ഇടുന്ന ടൈമിൽ, വൺ സൈഡ് ഫൂട്ട് ഇടുന്ന ടൈമിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നെക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നെക്കിൻ്റെ പോർഷനാണ് നമുക്കൊരു സാരി ബ്ലൗസിൽ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കേണ്ടത്. ചെയ്തെടുക്കാൻ അത്രയും ശ്രദ്ധയോടെ ചെയ്തെടുക്കാനും വേണ്ട ഒരു ഏരിയയാണ് നെക്ക്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഷോർട്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിനി അടുത്തത് ഷുഗർ ബീഡാണ്, ഗോൾഡിൻ്റെ ഷുഗർ ബീഡാണ് കൊടുക്കുന്നത്. നമ്മളിത് അടിയിൽ നിന്ന് എടുത്തിട്ട് ആദ്യം നോർമലി ഷുഗർ ബീഡ് യൂസ് ചെയ്യുമ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുക. 2 or 3 ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മളത് ആദ്യത്തെ ലെയർ കൊടുക്കുന്നുണ്ട്. 2 ലെയർ ഷുഗർ ബീഡും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആവാറായി. നമ്മളവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്.
നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ്, പിന്നിലേക്കൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഹോള് കുത്തിയെടുക്കുന്ന ഹോള് വലുതാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ചാടിപ്പോകുന്ന മൊത്തം ബീഡ്സും ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫ്രെയിമിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഫിനിഷിങ് കുറവൊക്കെ തോന്നും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വലിച്ചല്ലേ ഇട്ടേക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് നോർമലി ഇങ്ങനെ 3-4 ബീഡ്സായിട്ട് ഇങ്ങനെ കുത്തി എടുത്ത് ചെയ്യാനാണ് ഇഷ്ടം. മറ്റേ രീതിക്ക് ഒന്നിച്ച് ചെയ്യുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇങ്ങനെയാണ് ഞാൻ ആദ്യം തൊട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്തി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തേക്കുന്ന അനുസരിച്ച് തന്നെ എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല. ഇടയ്ക്ക് ഓരോ ചേഞ്ചസൊക്കെ വരുത്താം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വർക്ക് ഇപ്പോൾ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് വന്നിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് 2 ബീഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു 6 ആഗ് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 ബീഡും ഷുഗർ ബീഡും യൂസ് ചെയ്തിട്ട് 6 ആഗ് പോലെ. അതിനായിട്ട് നമ്മൾ അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അടുത്ത് തന്നെയായിട്ടൊരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ 2 ബീഡ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് 2 ബീഡ് ഷുഗർ ബീഡ് പിന്നെ 2 ബീഡ് അങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു 2 ബീഡും ഷുഗർ ബീഡും ഇട്ടിട്ട് അവിടെ സ്റ്റിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ബീഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെയും 2 ബീഡ് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു 6 ആഗ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും തോന്നുന്നു. നമ്മൾ മുകളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുത്തുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റിച്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ആ ഒരു ഒരെണ്ണമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 2 ബീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ബീഡും ഷുഗർ ബീഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് നമ്മൾ പകുതിക്കുള്ളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ലുക്ക് വന്നിട്ട്. നമുക്കിത് നോർമൽ നീഡിലും ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു നീഡിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടും. അയൺ നീഡിൽ ചെയ്യുമ്പോൾ നോർമലി സ്റ്റീലിൻ്റെ നീഡിൽ 2-3 മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് 3mm വെച്ചിട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പുറത്ത് കൊടുക്കുന്നത് കയറിയും ഇറങ്ങിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഒരു 3mmൻ്റെ ഗോൾഡിൻ്റെ ബീഡും ഈ ലെയറായിട്ട് കിട്ടില്ലേ, അത് ഷുഗർ ബീഡും കൂടി വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്തെ പോർഷൻ ചെയ്തെടുക്കുന്നത്. ഉള്ളിൽ നമ്മൾ 3mm വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. ഇത് മൊത്തം ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന പോർഷനിൽ കുറച്ച് ഇറങ്ങി വരും. അതിൻ്റെ അടിയിലത്തെ പോർഷനിലേക്ക് കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. ആ ഒരു സിഗ്സാഗ് വരുന്ന ഷേപ്പിൽ.
പിന്നെ അതേ നമ്മളത് ആ ഒരു അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ 3mm ബീഡ് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഭംഗിയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു 3mmൻ്റെ ഗോൾഡും ഷുഗർ ബീഡും ഇട്ടിട്ടുള്ള വർക്ക് കാണാം. അതിനിടയ്ക്ക് മോള് വന്നിട്ട് അവിടെ കിടന്ന് കുറേ എന്താ പറയുക, അവളുടെ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഉമ്മ എല്ലാവർക്കും ഉമ്മയാണ് കേട്ടോ തരുന്നത്. ഞാൻ ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ തന്നതാണ്. അപ്പോൾ അതേ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വർക്ക് വരുന്നത്. അത്രയും പോർഷൻ എത്തിയപ്പോഴത്തേക്കും നൂല് തീർന്നു പോയി. അപ്പോൾ ദേ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് വന്നിട്ട്. വളരെ എലഗൻ്റായിട്ട് വരുന്നൊരു ലുക്കാണ് നമുക്ക് ആ ബ്ലൗസിന് കൊടുക്കാൻ പറ്റും ഈ വർക്ക് ചെയ്യുമ്പോൾ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട്. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആ ഫ്രെയിമിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് അറിയാൻ പറ്റുക. അതുവരെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കോടിച്ചിരിക്കണ പോലെയൊക്കെ തോന്നും ആ ഒരു ഷേപ്പ്. അത് എത്ര നമ്മൾ അരിക്കോട്ടിലിട്ടാലും ഫ്രെയിമിലിട്ടാലും നമുക്ക് അങ്ങനെയാണ് വരിക. ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി സ്റ്റിക്കിങ് ബാക്കിയുണ്ട്. അതും കൂടി നമുക്ക് ഈ ഒരു ലാസ്റ്റ് ക്ലിപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാൻഡ് വർക്കും ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ. ഇതിൽ സർദോസി, ഷുഗർ ബീഡ്, 3mm ബീഡ്, പിന്നെ സ്റ്റോൺസ്, ഗോൾഡിൻ്റെ സ്റ്റോൺസ്, അല്ലാണ്ട് ക്ലിപ്പ് സ്റ്റോൺസ് എല്ലാം ആഡ് ചെയ്തിട്ട് വളരെ റിച്ചായിട്ട് ചെയ്തെടുത്തേക്കുന്നൊരു വർക്കാണ്. അതുപോലെ തന്നെ നെക്ക് ഡിസൈൻ സിമ്പിളാണെങ്കിലും വളരെ എലഗൻ്റാണ്. കസ്റ്റമർ വന്ന് ഇട്ട് നോക്കിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.